പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജു വർഗീസിനെ പ്രധാന കഥാപാത്രമാക്കി സലോൺ സൈമൺ ഡയറക്ട് ചെയ്തിട്ടുള്ള പടക്കുതിര സിനിമ കണ്ടു കഴിഞ്ഞു. സിനിമ എനിക്ക് ഒട്ടും ഓക്കെ ആയിട്ടില്ല. അതായത് 80-90കളിലായിട്ട് റിലീസ് ചെയ്യേണ്ട ഒരു സിനിമ കാലം തെറ്റി 2025 വന്ന് റിലീസ് ചെയ്തു എന്നാണ് പേഴ്സണലി എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. പിന്നെ നായകനായ അജു വർഗീസ് ആണെങ്കിൽ പുള്ളിക്കാരൻ കുറച്ച് വർഷങ്ങളായിട്ട് നല്ല രീതിക്കുള്ള കഥയും കഥാപാത്രങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അതിന്റെ ഇടയിൽ നൈസായിട്ടൊന്ന് പാളിപ്പോയ സംഭവമായിരുന്നു നമ്മുടെ ധ്യാൻ ശ്രീനിവാസിന്റെ കൂടെയുള്ള ആപ് കൈസേഹോ എന്ന് പറയുന്ന സിനിമ. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാം നല്ല കഥയും കഥാപാത്രങ്ങളും ആണ്. അതോടൊപ്പം പുള്ളിക്കാരന്റെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളി ചെയ്തിട്ടുള്ള പപ്പേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രമൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് അത്യാവശ്യം നല്ല പോലെ ആളുകൾ ചർച്ച ചെയ്ത കഥാപാത്രമായിരുന്നു. അങ്ങനെയുള്ള അജു വർഗീസ് എങ്ങനെയാണ് ഇതുപോലെ പടക്കുതിര പോലെ ഒരു സിനിമയ്ക്കകത്ത് വന്നു പെട്ടത്? ഇതിനകത്ത് പുള്ളിക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നിയ കാര്യം എന്താണ്? എങ്ങനെയാണ് പുള്ളിക്കാരനെ ഇതിന്റെ ഡയറക്ടറൊക്കെ കഥ പറഞ്ഞ് പുള്ളിക്കാരനെ കൺവിൻസ് ചെയ്യിപ്പിച്ചെന്നൊക്കെയാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത്. അതായത് സിനിമയ്ക്കകത്ത് കാര്യമായിട്ടൊന്നും വരുന്നില്ല, വളരെ പഴഞ്ചനായിട്ടുള്ള ആശയമാണ് വരുന്നത്. ഇതിന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ വളരെ ദുർബലപ്പെട്ട സംഭവമാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും അത്യാവശ്യം വെറുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ അധികം പരിമിതികൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. അങ്ങനെ ഒരു സിനിമയ്ക്കകത്ത് അജു വർഗീസ് എങ്ങനെ ഭാഗമായി എന്ന് ആലോചിച്ചു. പിന്നെ പുള്ളിക്ക് കാര്യമായിട്ട് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, അത് വലിയൊരു പ്രശ്നമാണ്. പുള്ളി ഉടനീളം സിനിമയിൽ ഉണ്ടെങ്കിലും ആ കഥാപാത്രത്തിന് കാര്യമായിട്ടൊന്നും പെർഫോം ചെയ്യാനില്ല. അതേപോലെ തന്നെ അജു വർഗീസ് അല്ലെങ്കിലും മറ്റാരായാലും ശരി ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി സിനിമയുടെ കഥയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ അജു വർഗീസ് ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് നന്ദകുമാർ എന്നാണ്. നന്ദകുമാർ ഒരു ജേർണലിസ്റ്റ് ആണ്. ഈ പുള്ളിക്കാരന്റെ ഫാദറിന്റെ മാധ്യമ സ്ഥാപനം വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടു പോവുകയാണ്. മാധ്യമധർമ്മം ഇല്ലാത്തൊരു മാധ്യമ സ്ഥാപനമായിട്ടാണ് പുള്ളി ഇതിങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പൊ പുള്ളിയുടെ അച്ഛനാണെങ്കിൽ നല്ല മാധ്യമധർമ്മം ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു, നല്ല പേര് മാത്രം കേൾപ്പിച്ച വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ മകനായിട്ടുള്ള നന്ദകുമാർ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ മാധ്യമ സ്ഥാപനം ഏറ്റെടുത്തതിൽ പിന്നെ അത്യാവശ്യം നല്ല ചീത്തപ്പേര് മാത്രമാണ് കേൾപ്പിച്ചിട്ടുള്ളത്. മാധ്യമ സ്ഥാപനം എന്നതിനപ്പുറത്തേക്ക് ഒരു മഞ്ഞപത്രം പോലെയാണ് പുള്ളി ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ പുള്ളിയുടെ ലൈഫിലേക്ക് ചില മാറ്റങ്ങൾ വരുന്നതും പുള്ളി മാധ്യമധർമ്മം എന്തെന്നുള്ളത് തിരിച്ചറിയുന്നതും പുള്ളി അത് ഏറ്റെടുക്കുന്നതും പുള്ളി ശക്തമായിട്ട് തൂലിക ചലിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. പക്ഷെ ഇത് എനിക്ക് ഈ കാലഘട്ടത്തിൽ നിന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് വിശ്വസനീയമായിട്ട് തോന്നാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ ജനങ്ങൾ പ്രിന്റഡ് മാഗസിൻ വായിച്ച് അതിനകത്തുകൂടെ സത്യങ്ങൾ മനസ്സിലാക്കുന്നു, ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പ്രിന്റഡ് മാഗസിൻ മുന്നോട്ട് ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്നത് അത്ര വിശ്വസനീയമല്ല. കാരണം ടെക്നോളജി വളർന്നു, ഇപ്പൊ എല്ലാവരും ഓൺലൈൻ മീഡിയയുടെ പുറകേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു കാലത്ത് ഇങ്ങനെ പ്രിന്റഡ് മാഗസിനുമായിട്ട് നടക്കുന്ന നായകൻ അതിലൂടെ തൂലിക ചലിപ്പിച്ച് ലോകത്തെ മാറ്റിമറിക്കുന്നതും അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇച്ചിരി വിശ്വസിക്കാൻ പാടുള്ള സംഭവമാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണിത്. പിന്നെ സിനിമയിൽ നായികയായിട്ട് വരുന്നത് സിജ റോസ് ആണ്. ഈ പുള്ളിക്കാരിയും അജു വർഗീസിന്റെ നന്ദകുമാർ എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിൽ പ്രണയം കാണിക്കുന്നുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഈ നന്ദകുമാറിന്റെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ പുള്ളിക്കാരൻ എങ്ങനെ പ്രണയത്തിലേക്ക് എത്തുന്നു, ഈ നായികയുമായിട്ടുള്ള പ്രണയം ആ കാലം തൊട്ട് എങ്ങനെ തുടങ്ങുന്നു എന്നൊക്കെ സിനിമ കാണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കാണിക്കുന്നുവെങ്കിൽ സിനിമയിൽ ആ ഒരു ബോണ്ട് ഉടനീളം കൊണ്ടുപോകാൻ പറ്റണം. പക്ഷെ ഈ കുട്ടികൾ മുതിർന്നതിന് ശേഷം സിജ റോസ് ആയിട്ടും അജു വർഗീസ് ആയിട്ടും ആ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഇവർ ഈ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിൽ കുട്ടിക്കാലം മുതൽക്കേ പ്രണയിക്കുന്ന രണ്ട് വ്യക്തികളാണെന്നുള്ള ഫീൽ ഇല്ല. ആ ഒരു ബോണ്ട് എവിടെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സിജ റോസിന്റെ അഭിനയമൊക്കെ ഭയങ്കര ബലം പിടിച്ചുള്ള അഭിനയമാണ്. കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവിടെ അവർക്കിടയിലുള്ള ബോണ്ട് എന്ന് പറയുന്ന സംഭവം മിസ്സായി കിടക്കുകയാണ്. സോ ആ ഒരു പ്രണയം വിശ്വസനീയമാകുന്നില്ല. പിന്നെ ഈ ചെറുപ്പം തൊട്ടുള്ള പ്രണയമൊക്കെ കാണിക്കുമ്പോൾ ആ പ്രണയത്തെ ത്രൂ ഔട്ട് എന്തെങ്കിലും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയണം. അപ്പൊ ഇവരുടെ ഈ ഒരു ബോണ്ട് എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്ത് കാണാത്തത് കൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടുള്ള പ്രണയം കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ നായകന്റെ ആ ബന്ധത്തിൽ പോലും ഒരു ക്ലാരിറ്റി വരുന്നില്ല, അനാവശ്യമായിട്ടുള്ള സംഭവമായി തോന്നി. പിന്നെ ഇതിനകത്ത് നമ്മുടെ നന്ദകുമാർ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കൂടെയുള്ള കുറച്ച് സഹപ്രവർത്തകർ വരുന്നുണ്ട്. നമ്മുടെ നന്ദു ആണ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. നന്ദു എന്ന് പറയുന്ന പുള്ളിക്കാരന് പ്രത്യേകിച്ച് കാര്യമായിട്ട് കൂടുതലൊന്നും ചെയ്യാനില്ലെങ്കിലും പുള്ളി ആ സംഭവം വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു കഥാപാത്രം ചെയ്തിട്ടുള്ളത് അഖിൽ കവലയൂരാണ്. പുള്ളിക്കാരന്റെ പെർഫോമൻസ് ആണ് പേഴ്സണലി എനിക്ക് ഇതിനകത്ത് വളരെ ബോറായിട്ട് ഫീൽ ചെയ്തത്. അതായത് ജഗതി ശ്രീകുമാറിനെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുമല്ലോ, ശരിക്കും പക്ക ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഭവമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓൾറെഡി മലയാളികൾക്ക് ഒരു ജഗതി ശ്രീകുമാർ ഉണ്ട്. പുള്ളിക്കാരനെ ഇപ്പൊ സിനിമയിൽ സജീവമല്ലെങ്കിൽ കൂടിയും ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന നടൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ തന്നെ കിടപ്പുണ്ട്. ആ സംഭവം തന്നെ ഇനിയും ചെയ്യാൻ ഒരു ആർട്ടിസ്റ്റിന്റെ ആവശ്യമില്ല. ഇനിയും ഒരു ജഗതി ശ്രീകുമാറിന്റെ ആവശ്യം മലയാള സിനിമയ്ക്ക് ഇല്ല. എന്നാൽ ആ ജഗതി ശ്രീകുമാറിനെ ഓർമ്മിപ്പിക്കുന്ന രീതിക്കുള്ള പെർഫോമൻസും ബോഡി ലാംഗ്വേജും എല്ലാം കൊണ്ട് തന്നെ ജഗതി ശ്രീകുമാർ ആയിട്ട് അഖിൽ കവലയൂര് മാറാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന പോലെയാണ് സിനിമയിൽ ഉടനീളം ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ബോറായിട്ട് എനിക്ക് ചില സമയങ്ങളിൽ ഫീൽ ചെയ്തു. കോമഡി ഒക്കെ ആണെങ്കിൽ കൂടിയും
ആ കോമഡി എല്ലായ്പ്പോഴും ഏൽക്കുന്നില്ല, എല്ലായ്പ്പോഴും നല്ല പുള്ളി ചെയ്യുന്ന സാധനങ്ങളൊന്നും ഒരിടത്ത് ഏൽക്കുന്നില്ല. നമ്മൾ ഈ പണ്ട് മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ജഗതി ശ്രീകുമാറിനെ അവതരിപ്പിക്കില്ലേ, ആ സംഭവമാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പുള്ളി സ്ക്രീനിൽ വന്നിട്ട് ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് ജഗതി ശ്രീകുമാറായിട്ട് അങ്ങോട്ട് മാറുകയാണ്. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിനകത്ത് കാണുമ്പോൾ നമുക്ക് മിമിക്രി ആർട്ടിസ്റ്റ് വന്ന് എന്തൊക്കെയോ പെർഫോം ചെയ്യുന്ന പോലെയാണ് പേഴ്സണലി ഫീൽ ചെയ്യുക. അതുകൊണ്ട് ആ ക്യാരക്ടറും പുള്ളിയുടെ പെർഫോമൻസും സിനിമയിൽ ഭയങ്കര ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ജോമോൻ ചോദർ, പുള്ളിക്കാരൻ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരന്റെ പെർഫോമൻസിൽ വലിയ പുതുമ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സിനിമ കോമഡി ആ ഒരു യോണറിലാണ് എടുക്കാൻ നോക്കിയിട്ടുള്ളതെങ്കിലും ആരുടെയും കോമഡി ഇതിനകത്ത് വർക്കായിട്ടില്ല. ഭയങ്കര വെറുപ്പിക്കൽ സംഭവമാണ്. ജോമോനെ പോലെ തന്നെ അതിന്റെ ഇരട്ടിയായിട്ട് വെറുപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് രഞ്ജി പണിക്കർ ഈ മൂവിയിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ രഞ്ജി പണിക്കർക്ക് ഒരു പ്രത്യേകതയുണ്ട്. പുള്ളിക്കാരൻ ഏത് സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിലും, പോലീസ് ആണെങ്കിലും, പട്ടാളമാണെങ്കിലും, പുള്ളി രഞ്ജി പണിക്കർ തന്നെയായിരിക്കും. ആ രഞ്ജി പണിക്കരായി നിന്നിട്ടായിരിക്കും പുള്ളി ആ ഡയലോഗ് ഒക്കെ ഇങ്ങനെ കാണാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതിനകത്തും ജേർണലിസ്റ്റ് ആയിട്ടാണ് പുള്ളി വരുന്നത്. പുള്ളി ഇപ്പൊ അതേപോലെ ഡയലോഗ്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളി ഇതിനകത്ത് രഞ്ജി പണിക്കർ തന്നെയാണ്. പക്ഷെ രഞ്ജി പണിക്കറിന്റെ വെറുപ്പിക്കലിന്റെ എക്സ്ട്രീം നിൽക്കുന്ന ഒരു രീതിയിലാണ് പുള്ളി ഇത് മൊത്തം ചെയ്തിട്ടുള്ളത്. വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിലുക്കം കിലുക്കിലുക്കം സിനിമയിലെ കാവ്യ മാധവൻ, അതുപോലെ തന്നെ നമ്മുടെ പൈങ്കിളി സിനിമയിലെ അനശ്വര രാജൻ പോലെയൊക്കെ നല്ല വെറുപ്പിക്കലാണ് പുള്ളിയും ചെയ്തിട്ടുള്ളത്. സഹിക്കാൻ പറ്റാത്ത വെറുപ്പിക്കല്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഈ അഖിൽ കാവലയൂർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം വെറുപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി രഞ്ജി പണിക്കരാണ്. അപ്പൊ അത് ഭയങ്കര ബോറായി ഫീൽ ചെയ്തു. പിന്നെ ഈ ആദ്യത്തെ സിനിമ തുടങ്ങിയ ഇന്റർവെൽ വരേക്കും അത്യാവശ്യം നല്ല രീതിക്ക് മനുഷ്യനെ ബോറടിപ്പിച്ചിട്ടുണ്ട്. ബോറടിപ്പിക്കുക മാത്രമല്ല, നല്ലൊരു പഴയ ഗാനം കൊണ്ടുപോയിട്ട് റീമിക്സ് ഇറക്കിയിട്ട് വൻ അലമ്പാക്കി തീർത്തു. നമ്മുടെ രാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമയിലെ 1000 കിനാക്കളാൽ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടൊക്കെ എടുത്തിട്ട് വളരെ മോശമായിട്ട് റിമിക്സ് ചെയ്തിട്ട് നാശമാക്കി വെച്ചു. അപ്പൊ എന്തിനാണ് സിനിമയോ മോശമായി, ഈ പഴയ പാട്ടൊക്കെ കൊണ്ടുപോയിട്ട് അത് റിമിക്സ് എടുക്കുന്നു, അതിന്റെ കൂടെ തന്നെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിനേക്കാളും കഷ്ടം. നമുക്ക് ഈ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവര് ഫ്രെയിം ഒക്കെ വെക്കുന്നുണ്ടാവും, ഡയറക്ടേഴ്സിന് ഫ്രെയിം ഒക്കെ വെക്കാൻ അറിയായിരിക്കും അവരുടെ സിനിമയ്ക്ക്. പക്ഷെ ഈ ഫ്രെയിം ഒക്കെ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു IFL വന്നാൽ അത് പാളിപ്പോവല്ലോ. ആത്യന്തികമായിട്ട് സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകർക്കാണ് വേണ്ടത്. ആ പ്രേക്ഷകർക്ക് ആ സിനിമയുടെ സംഭവം അതുപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കാണുന്ന ഫ്രെയിം ഒക്കെ വളരെ ബോറായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വൻ പ്രശ്നമാണ്. അപ്പൊ പ്രേക്ഷകർക്ക് ഈ ഫ്രെയിം പ്രശ്നമാകുന്നുവെങ്കിൽ പിന്നെ ഡയറക്ടർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതുപോലെയാണ് സിനിമയ്ക്കകത്ത് ഈ പാട്ട് 1000 കിനാക്കളാൽ പാട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ ആ ഫ്രെയിമും സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ എന്ത് ബോറാന്നറിയോ. ആ പാട്ട് കൊണ്ടുവരണ്ടായിരുന്നത് പോലും തോന്നിപ്പോയി. സിനിമ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുകയാണ്. അവിടെയാണ് കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും വലിയ സംഭവമൊന്നും അല്ല, ഈ എത്രയോ സിനിമകളിൽ പറഞ്ഞു പോയിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അതിലൊന്നും ഒരു പുതുമയും തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ ഇന്ദ്രൻസ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഈ ഇന്ദ്രൻസിന്റെ കാര്യം പറയുമ്പോൾ പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരനെ ഈ സിനിമകളൊക്കെ വാരി വലിച്ച് അഭിനയിച്ചിട്ട് ഇപ്പൊ പുള്ളി ഒരു സിനിമയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയുന്ന സംഭവമാണ് ഇതിനകത്തും ഇവിടെ വന്ന് കിടക്കുന്നത്. സോ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസും പേഴ്സണലി എനിക്ക് ഇച്ചിരി ബോറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ അഭിനയം പോലും കുറച്ച് ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയുന്ന ഇതുപോലെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇതിനകത്ത് വന്ന് വെറുപ്പിക്കുന്നുണ്ടെങ്കിലും ഇവരെ കൂടാണ്ട് നമുക്കറിയാത്ത ആർട്ടിസ്റ്റുകളും ഇതിനകത്ത് വന്നിട്ട് നമ്മൾ വെറുപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് SP ഉദ്യോഗസ്ഥനായിട്ട് അഭിനയിച്ചൊരു കക്ഷിയുണ്ട്, അതേപോലെ വിക്ടർ എന്ന് പറയുന്ന വില്ലനായിട്ട് അഭിനയിച്ചൊരു കക്ഷിയുണ്ട്. ഇവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ഭയങ്കര ബിൽഡപ്പ് കൊടുക്കും. വിക്ടർ ആണ് മെയിൻ വില്ലൻ, വിക്ടർ വരുന്നു, പുള്ളി ഇന്ത്യയിലേക്ക് വരുന്നു, പുള്ളി കേരളത്തിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ബിൽഡപ്പ് കൊടുക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ വിക്ടർ എന്ന് പറയുന്ന കക്ഷി നമുക്ക് അറിയുന്ന ആരോ ആണെന്ന് വിചാരിക്കും. പക്ഷേ ഉണ്ടല്ലോ, സിനിമയിൽ ഇങ്ങനെ വിക്ടർ വരുമ്പോഴാവും ഏതോ ഒരുത്തൻ, നമുക്ക് പോലും അറിയാത്ത ഏതോ ഒരുത്തൻ. അപ്പൊ ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാൾ അവിടെ കാണുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാത്ത ഒരാൾ അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏൽക്കില്ലല്ലോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എമ്പുരാൻ സിനിമയ്ക്കകത്ത് ആ ക്ലൈമാക്സിൽ കാണിക്കുന്ന കാമിയ റോൾ എന്ന് പറയുന്ന കക്ഷി കണ്ടപ്പം മലയാളികൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. കാരണം പലർക്കും ഇത് ആരാന്ന് മനസ്സിലായിട്ടില്ല. അതേ അവസ്ഥ പോലെയാണ് വിക്ടർ ആയിട്ട് വരുന്ന ആളുടെ, SP ആയിട്ട് വരുന്ന ആളുടെ ഒക്കെ അവസ്ഥ. സോ ഇത് ടോട്ടലി നോക്കുമ്പോൾ എനിക്ക് സംഭവം എനിക്ക് പേഴ്സണലി എനിക്ക് വർക്ക് ആയിട്ടില്ല. പിന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന്റെ കാമിയ റോളുണ്ട്, ഭയങ്കര ബോറായിരുന്നു എന്ന് പറയേണ്ടി വരും. ഇത്രയും ബോറായിട്ടുള്ള ഒരു കാമിയ റോള് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് കാണാൻ പറ്റുന്നത്. ആ ക്യാരക്ടർ എല്ലാ കഥാപാത്രങ്ങളെ പോലെ തന്നെ വെറുപ്പിച്ച് തന്നെ പോയിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ കഥാപാത്രങ്ങളെല്ലാം വെറുപ്പിക്കലാണ്. പിന്നെ സിനിമയിലെ കഥാകാര്യങ്ങളിലൊന്നും ലോജിക്കില്ല, അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കാണുക. ലോജിക്കില്ലായ്മയോളം തന്നെ പ്രശ്നമാണ്, ടെക്നിക്കലും പ്രശ്നങ്ങളാണ്. പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പോകുന്ന ഒന്നും ഈ സിനിമയ്ക്കകത്ത് കാണാനില്ല. ഇനി സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ദീപു S നായരും സന്ദീപ് സദാനന്ദനും ചേർന്നാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. 2 പേരും ചേർന്ന് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പോലും ഈ സിനിമ ഞാൻ പറഞ്ഞില്ലേ പഴഞ്ചൻ സംഭവമാണ്, ഒരു ഫ്രഷ്നെസ്സും കിട്ടിയിട്ടില്ല. സോ എനിക്ക് തിരക്കഥയിൽ കാര്യമായിട്ടുള്ള ഒന്നും ഇതിനകത്ത് തോന്നിയിട്ടില്ല. ജിജു സണ്ണിയാണ് GOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. എടുത്തു പറയത്തക്ക രീതിക്കൊന്നും ഞാൻ ഇതിനകത്ത് കണ്ടിട്ടില്ല.
അപ്പം ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോ ഇത് വൺ ടൈം വാച്ചബിൾ ആണോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി ഞാൻ പറയും ഇത് ഒരു കയ്യിലൊക്കെ റിമോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണാൻ പറ്റിയൊരു സിനിമയാണെന്ന്. അല്ലാണ്ട് എനിക്കൊന്നും ഇത് കണ്ടിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അജു വർഗീസിന്റെ വളരെ മോശമായിട്ടുള്ള ഒരു സെലക്ഷൻ ആയിട്ടാണ് ഈ സിനിമ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.